ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം ചടങ്ങ് ചെറുതായിട്ടൊന്ന് പറയാം. അത്താഴപൂജ കഴിഞ്ഞ് അത്താഴശിവേലി കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞാൽ പഴയ മേൽശാന്തി ചിഹ്നമായ താക്കോൽ കൂട്ടവും പിടിച്ച് ക്ഷേത്രത്തിനകത്തൊരു പ്രദക്ഷിണം വെച്ച് ആ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് എന്ന് നമസ്കരിച്ചതിന് ശേഷം ആ താക്കോൽ കൂട്ടം അവിടെ വയ്ക്കുന്നു. ആ താക്കോൽ കൂട്ടം ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി തിരുമേനി എടുക്കുകയും മേൽശാന്തിയെ ഏൽപ്പിക്കുകയും 6 മാസക്കാലം തൻ്റെ ഭഗവാനെ പൊന്നുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്ത് മേൽശാന്തി ആ താക്കോൽ കൂട്ടം വാങ്ങി ശ്രീരാഗത്തെ ചെല്ലുന്നു. ഭഗവാന്റെ കാൽക്കിൽ സമർപ്പിക്കുന്നു. എല്ലാം ഭംഗിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ രാത്രിയിൽ ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ പിറ്റേ ദിവസം 3 മണിക്കാണ് ഈ മേൽശാന്തി ശ്രീകോവിൽ നട തുറന്ന് അകത്ത് പ്രവേശിക്കുന്നത്. തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം മൂലമന്ത്രം ഉപദേശിച്ചു കൊടുക്കും. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചിട്ടകൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. 6 മാസക്കാലം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിക്ക് ഭംഗിയായി നടത്തുവാൻ എല്ലാം പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഗുരുവായൂരപ്പ.